ഓക്കെ, നമ്മുടെ KSR ക്ലാസ്സിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജോയിനിങ് ടൈം, ഇവിടെ പ്രവേശനകാലം. KSR പാർട്ട് 1 റൂൾ 125 മുതൽ 138 വരെ 14 റൂളുകൾ കിടക്കുന്ന ഒരു ചെറിയ അധ്യായം. അത്ര വലിയ കിടപ്പൊന്നുള്ളതൊന്നുമല്ല, എന്നാലും അറിഞ്ഞിരിക്കണം എന്താണ് ജോയിനിങ് ടൈം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ പഴയ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫറായി, അത് വിത്ത് പ്രൊമോഷൻ ആവാം, അല്ലാതെ പുതിയ ഒരു ഓഫീസിലേക്ക് മാറുമ്പോൾ ഇയാളുടെ താമസവും കുട്ടികളെ മക്കളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് അതിനെടുക്കുന്ന ഒരു സാവകാശമാണ് ജോയിനിങ് ടൈം. ഇത് 3 രീതിയിലുണ്ട്. ഒന്ന്, നോ ചേഞ്ച് ഓഫ് സ്റ്റേഷൻ. സ്റ്റേഷൻ മാറാതെ, അഥവാ ഓഫീസ് എവിടെ ബസ് ഇറങ്ങുന്ന സ്ഥലം ഒരു മാറ്റവും വരാതെ എന്ന് പറഞ്ഞാൽ പല ഓഫീസുകളിലും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് പോലെ സിവിൽ സ്റ്റേഷനിലോ മറ്റൊക്കെ ആയിരിക്കും. അതിൽ എൻ്റെ നാട്ടിൽ ഒരു AE ഓഫീസുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് DO ഓഫീസുണ്ട്. അപ്പോൾ അത്തരം ഒരു ട്രാൻസ്ഫർ ആണ് എങ്കിൽ അയാൾക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല. ഇന്ന് പഴയ ഓഫീസിലാണ് എങ്കിൽ അവിടെ നിന്ന് റിലീവ് ചെയ്ത് നാളെ പുതിയ ഓഫീസിലേക്ക് പോകണം, വേറെ മാറ്റമൊന്നും കിട്ടില്ല. അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. 2, ഹെഡ് ക്വാർട്ടേഴ്സ് മാറാതെ, അഥവാ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ KSR പറഞ്ഞ് 8 കിലോമീറ്റർ സറൗണ്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ജോലി ചെയ്യുന്നതിൻ്റെ 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ താമസിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഈ 8 കിലോമീറ്ററിനുള്ളിൽ എങ്ങോട്ട് മാറിയാലും അയാളുടെ താമസം ഒന്നും മാറ്റേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് 1 ഡേ, ഒരു ദിവസം കിട്ടും, ഇൻക്ലൂഡിങ് സൺഡേ. എന്ന് പറഞ്ഞാൽ സൺഡേ ഒരു ദിവസമായിട്ട് പരിഗണിക്കും. അതിനൊരു ഉദാഹരണം നമ്മുടെ നോട്ട്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 16 കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പെട്ടെന്ന് പറയാം. ഒരു ശനിയാഴ്ച രാവിലെ, ശനിയാഴ്ച FN ആണ് ഇയാൾ റിലീവ് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ച AM തന്നെ അയാൾ ജോയിൻ ചെയ്യും. അല്ലാതെ വന്നാൽ ശനിയാഴ്ച FN എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ധാരണ നമ്മൾ തിരുത്തണം. നമ്മൾ മനസ്സിലാക്കിയത് FN എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് മുമ്പും AM എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ശേഷമാണെന്ന്. നമ്മൾ ഒപ്പിടുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആസ് പെർ KSR FN എന്ന് പറഞ്ഞാൽ അത് രാത്രി 12 മണിക്ക് തുടങ്ങി ഉച്ചക്ക് 12 മണി വരെയാണ്. FN റിലീവ് ചെയ്തു എന്ന് KSR പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് അദ്ദേഹം ഓഫീസിൽ പോയിട്ടില്ല. പോയിട്ടുണ്ട് നമുക്കറിയാം, പക്ഷെ ആസ് പെർ KSR അദ്ദേഹം പോയിട്ടില്ല. അതുകൊണ്ട് FN റിലീവ് ചെയ്താൽ അന്ന് അവിടെ പോയിട്ടില്ല. AN ജോയിൻ ചെയ്യാതിരുന്നാൽ അന്ന് ഫുള്ള് മറ്റേ ഓഫീസിൽ എത്തിയിട്ടില്ല. ഞായറാഴ്ച 2ാമത്തെ ദിവസം 2 ദിവസം ആബ്സെൻ്റ് ആവും, 2 ദിവസം ഇടവേള വരും. അതുകൊണ്ട് പറ്റില്ല, അന്ന് AN തന്നെ ജോയിൻ ചെയ്യും. ഇനി സാറ്റർഡേ AN ആണ് റിലീവ് ചെയ്യുന്നതെങ്കിൽ അന്ന് അയാൾ ഫുൾ ടൈം ഈ ഓഫീസിലുണ്ട്, പഴയ ഓഫീസിലുണ്ട്. സൺഡേ എൻജോയ് ചെയ്തിട്ട് മൺഡേ മോർണിംഗ് അയാൾ ജോയിൻ ചെയ്യും. മൺഡേ മോർണിംഗ് ആണ് റിലീവ് ചെയ്യുന്നതെങ്കിൽ മൺഡേ ആസ്വദിച്ചിട്ട് ചൊവ്വാഴ്ച രാവിലെ അയാൾ പോയി ജോയിൻ ചെയ്യും. ഇനി മൺഡേ AN ആണ് റിലീവ് ചെയ്യുന്നതെങ്കിലോ മൺഡേ ഫുൾ ഇയാൾ ഓഫീസിലുണ്ട്, ചൊവ്വാഴ്ച ഇയാളെ ആസ്വദിച്ച് ബുധനാഴ്ച രാവിലെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യും. സിമ്പിളാണ് ഇത് പറഞ്ഞത് നമ്മൾ. പക്ഷേ യഥാർത്ഥത്തിൽ ജോയിനിങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും അത് മാത്രമല്ല. ഇഫ് എക്സീഡ് 8 കിലോമീറ്റർ, 8 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴാണ് യഥാർത്ഥ നിയമം വരുന്നത്. അത് ഏതൊരു ഉദ്യോഗസ്ഥനും, പല കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. AP, A1, 2, 2A, 2B, 2, 3rd and 4th ഒക്കെ നമ്മൾ ട്രാവലിംഗ് അനൗൺസ് നന്നായിട്ട് പഠിക്കും. ആരായിരുന്നാലും പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പിന് വേണ്ടി 6 ദിവസം, പ്രിപ്പറേഷന് വേണ്ടി 6 ദിവസം പ്ലസ് ജേണി ടൈം. ജേണി ടൈം 3 രീതിയിൽ പറയുന്നു. ഒന്ന്, ബൈ റെയിൽ മാർഗം, അതായത് ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ കണക്റ്റഡ് ബൈ റെയിലാണെങ്കിൽ റെയിൽ മാർഗമേ പോകാവൂ. അങ്ങനെയാണെങ്കിൽ 8 കിലോമീറ്റർ മേലെ, അതൊരു 9 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ 1 ഡേ.
500 മേലെ പോയി 1000 വരെ 2 ദിവസം. അപ്പോൾ 500നും അതിൻ്റെ ഫ്രാക്ഷനായി താഴെ എത്ര വന്നാലും 1 ദിവസം. ചില്ലറ അപ്പുറത്തേക്ക് കയറിയാൽ അടുത്ത ദിവസം വരും. ബൈ റോഡ് 150 കിലോമീറ്ററിന് 1 ഡേ, 151 ആയാൽ 2 ദിവസം. പിന്നെ മറ്റൊന്നത് നമ്മുടെ റിവർ സ്റ്റീമർ, സാധാരണ ബോട്ട്, സർവീസ് ബോട്ടിനും ഇത് തന്നെയാണ് നിയമം. പിന്നെ ഓസീൻ സ്റ്റീമർ ഉണ്ട്. ഓസീൻ സ്റ്റീമർ എന്ന് പറഞ്ഞാൽ കപ്പൽ, അതിന് 350 കിലോമീറ്റർ വരെ 1 ദിവസം, അതിനപ്പുറത്തേക്ക് പോയി 2 ദിവസം. പിന്നെ നമ്മൾ നോട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉൾപ്രദേശം, ഒരു കാടൻ പ്രദേശം, അങ്ങോട്ട് വാഹനങ്ങൾ, ബസ്സൊന്നുമില്ല, ബസ്സും ഓട്ടോറിക്ഷ ഒന്നും പോകില്ല. ആകെ പോകുന്നത് വല്ല സൈക്കിളോ അല്ലെങ്കിൽ വല്ല കാളവണ്ടിയോ കുതിര വണ്ടിയോ അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ 25 കിലോമീറ്റർ 1 ദിവസം. പിന്നെ അതിൽ നമ്മൾ സൺഡേ ഒഴിവാക്കുന്നില്ല. നേരത്തെ നമ്മൾ സൺഡേ ചേർത്തു, ഇപ്പം നമ്മൾ സൺഡേ ഒഴിവാക്കണം. സൺഡേ കൂട്ടാതെ അപ്പോൾ ആഴ്ചയിൽ 6 ദിവസം പ്രിപ്പറേഷൻ, ജേണി എല്ലാം കൂടെ 6 ദിവസമുള്ളൂ. സൺഡേ ഒരു കാരണവശാലും പ്രിപ്പറേഷനും ഇല്ല, ജേണി ഇല്ല. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് സ്റ്റോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജില്ലാ മെഡിക്കൽ സ്റ്റോറുകൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബുക്ക് ഡിപ്പോ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യണമെങ്കിൽ, കാരണം ഒരു ഉദ്യോഗസ്ഥൻ വഹിച്ചിരുന്ന ഒരു ചുമതല മറ്റൊരാൾ ഏറ്റെടുക്കുമ്പോൾ സ്റ്റോക്കിൽ കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പുതിയ ആളാവും. അത് വരാതിരിക്കാൻ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി 10 ദിവസം കിട്ടും. അത് ഫോറസ്റ്റ് ടിമ്പോ ആണെങ്കിൽ 7 ദിവസം എക്സ്ട്രാ കിട്ടും, ഈ പ്രിപ്പറേഷൻ്റെയും ജേണി ടൈമിൻ്റെയും പുറമെ. പിന്നെ ഹോളിഡേ ശ്രദ്ധിക്കേണ്ട, ഹോളിഡേ നമ്മളിപ്പോൾ 6 ദിവസം പ്രിപ്പറേഷൻ, 1-2 ദിവസം ജേണി, അതിൻ്റെ ഇടയിൽ ഒരു ഹോളിഡേ വന്നാൽ ഒരു കുഴപ്പമില്ല. അയാൾ പ്രിപ്പയർ ചെയ്യാം, തുണിയും ഷർട്ടൊക്കെ ഇസ്തിരിടാം, പെട്ടിയൊക്കെ ഒരുക്കി വെക്കാം, കുട്ടികളെ മക്കളൊക്കെ റെഡിയാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഹോളിഡേ അവസാനം വന്നാലോ, 6 ദിവസം പ്രിപ്പറേഷൻ, അതിൻ്റെ ഇടയിൽ ഒരു സൺഡേ, 2 ദിവസം ജേണി, അപ്പോൾ 7, 8, 9 ദിവസം കഴിഞ്ഞ് 10ാം ദിവസം ഹോളിഡേ ആണ് എങ്കിൽ അത് അയാൾക്ക് എൻജോയ് ചെയ്യാം. ഹോളിഡേ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി. അത് വെക്കേഷൻ ആണെങ്കിൽ പോലും വെക്കേഷൻ്റെ തലേന്നാണ് ജോയിൻ ടൈം കഴിയുന്നെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇയാൾ ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഒരാൾക്ക് ട്രാൻസ്ഫർ വരുന്നത് ലീവിലിരിക്കുമ്പോഴാണ്. ലീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രധാനമായും പല രീതിയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലീവാണ് ഏൺ ലീവ്. പിന്നെ മറ്റ് ലീവൊക്കെ ഹാഫ് പേ ലീവിൻ്റെ ഭാഗമാണ്. 2 ലീവാണ് എലിജിബിൾ ലീവ് എന്ന് പറഞ്ഞു, ഏൺ ലീവും ഹാഫ് പേ ലീവും. കമ്പ്യൂട്ടർ ലീവൊക്കെ ഹാഫ് പേ ലീവ് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എലിജിബിൾ ലീവിലാണെങ്കിൽ, ഏൺ ലീവിലാണെങ്കിൽ അയാളുടെ ലീവ് കാലം കഴിഞ്ഞിട്ട് ജോയിൻ ടൈം ആരംഭിച്ചാൽ മതി. അതല്ലാത്ത മറ്റ് ലീവിലാണെങ്കിൽ, അഥവാ ഹാഫ് പേ ലീവിലോ കമ്മ്യൂട്ടർ ലീവിലോ LWA-ലാണെങ്കിൽ അയാൾക്ക് ജോയിൻ ടൈം ഇല്ല. ലീവ് കഴിഞ്ഞാൽ പിറ്റേന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ജോയിൻ ടൈം കിട്ടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് വേണം റിലീവ് ചെയ്യാൻ. 2 കൂടി കിട്ടില്ല. അയാൾക്ക് മുൻകൂട്ടി വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ, ട്രാൻസ്ഫറിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം അയാൾക്ക് അത് ആസ്വദിക്കാം. മറ്റൊന്ന്, പിന്നെ റോഡ് നമ്മൾ പറഞ്ഞു 150 കിലോമീറ്റർ വരെ, 8 കിലോമീറ്റർ മേലെ. പക്ഷെ 8 കിലോമീറ്റർ മേലെ എന്നുള്ളത് രണ്ടാലൊരു എൻഡിൽ വേണം. അത് മനസ്സിലായില്ലെങ്കിൽ പറയാം. ഒരാളുടെ ഓഫീസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് റെയിൽ കയറി അയാൾ കോഴിക്കോടോ എറണാകുളത്തോ എവിടെയെങ്കിലും എത്തി, അവിടെ നിന്ന് പുതിയ ഓഫീസിലേക്കും ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 കൂടി 14 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 2 കൂടി കൂട്ടിച്ചേർക്കില്ല. ഏതെങ്കിലും ഒരു എൻഡിൽ 8 കിലോമീറ്റർ എക്സീഡ് ചെയ്യണം എന്നർത്ഥം. നോട്ട്സിലിട്ട് വിശദമായിട്ട് വായിക്കാം. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്ലേസസ് കണക്റ്റഡ് ബൈ റെയിലാണെങ്കിൽ അത് റെയിൽ മാത്രമേ കൂട്ടൂ. ഇപ്പോൾ ഉദാഹരണം, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആകും, അല്ലെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം 414 കിലോമീറ്റർ ആണ്. റെയിൽവേയിൽ 1 ദിവസത്തെ കിട്ടും. റോഡ് മാർഗമാണെങ്കിൽ 150, 300, അതിന് മേലെ 450 വരെ 3 ദിവസം കിട്ടും. ഒരേ സ്ഥലത്തേക്ക് റെയിൽ മാർഗം 1 ദിവസം കിട്ടുമ്പോൾ റോഡ് മാർഗം 3 ദിവസം കിട്ടും. അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കും, ഹി ട്രാവൽ ബൈ ഹിസ് ഓൺ കാർ, അയാൾ സ്വന്തം കാറിൽ യാത്ര ചെയ്യും. അപ്പോൾ റോഡ് മാർഗമാണല്ലോ പോയത്, അപ്പോൾ നമ്മൾ 3 ദിവസം കിട്ടും. നമ്മളെ കണക്ക് തെറ്റിപ്പോകും. ഈ 2 കോഴിക്കോടും തിരുവനന്തപുരം തമ്മിൽ റെയിൽ കണക്റ്റഡാണ്.
അത് കാറിന് പോയാലും ഹെലികോപ്റ്ററിന് പോയാലും എങ്ങനെ പോയാലും അത് റെയിലായിട്ട് ഗവൺമെൻറ് പരിഗണിക്കുകയുള്ളൂ എന്നർത്ഥം. പിന്നെ മറ്റൊന്ന്, രാവിലെ നമ്മുടെ ചോദ്യത്തിൽ ഈ റിലീവ്ഡ് FN എന്ന് പറഞ്ഞാൽ ആ ദിവസം നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്യും. ഈ റിലീവ്ഡ് AN എന്ന് പറഞ്ഞാൽ ആ ദിവസം കൗണ്ട് ചെയ്യില്ല. ഇനി ചോദ്യത്തിൽ FN എന്നും AN എന്നും വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ FN ആയിട്ട് പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജോയിനിങ് ടൈം എന്നാൽ പൊതു താല്പര്യം അഥവാ പബ്ലിക് ഇൻട്രസ്റ്റിൽ ജനറൽ ട്രാൻസ്ഫറിലാണ്. ഒരാൾ റിക്വസ്റ്റ് ട്രാൻസ്ഫർ കൊടുക്കുകയാണ്. ഇപ്പം പലപ്പോഴും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ മലബാർ ഭാഗങ്ങളിലൊക്കെ മുമ്പൊക്കെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകരധികം തെക്ക് ജില്ലകളിലുള്ളവർ അവർ കുറച്ച് കാലം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കും. അതിന് റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് സാധാരണഗതിയിൽ ജോയിനിങ് ടൈം ഇല്ല. പക്ഷേ ഒരു വർഷത്തിലധികം വെക്കേഷനൊന്നും കൂടാതെ ഒരു വർഷത്തിലധികം ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ആണ് അയാൾ റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് ആക്ച്വൽ ജേണി ടൈം, പ്രിപ്പറേഷൻ ഒന്നുമില്ല, ആക്ച്വൽ ജേണി ടൈം, അതായത് റെയിലിനാണെങ്കിൽ 500 കിലോമീറ്റർ വരെ ഒരു ദിവസം റെയിലും ഒരാൾ കോഴിക്കോട്ടേക്കാണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മറ്റോ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്തേക്കാണ് റെയിൽ ഇറങ്ങിയിട്ട് പിന്നെയുമാണ് കുറച്ച് ദൂരം പോവുക. അപ്പോൾ റെയിലൊരു ദിവസം കിട്ടും, റോഡിനൊരു ദിവസം കിട്ടും. അത് മാത്രമേ കിട്ടൂ, അല്ലാണ്ട് പ്രിപ്പറേഷന് പ്രത്യേക ദിവസം കിട്ടില്ല. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ട്രാൻസിറ്റ് പേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആകുമ്പോൾ പ്രശ്നമില്ല. ഈ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ ആണെങ്കിൽ ഒരു LD ക്ലർക്ക് ഒരു സീനിയർ ക്ലർക്കായിട്ടാണ് ട്രാൻസ്ഫർ ആകുന്നത് എങ്കിൽ സീനിയർ ക്ലർക്കാകുമ്പോൾ നമ്മൾ നേരത്തെ പേ ഫിക്സേഷനിൽ പഠിച്ചു ആൾക്ക് ഫിക്സേഷൻ ഉണ്ട്. പക്ഷേ ഈ ഫിക്സേഷൻ ആനുകൂല്യം കിട്ടണമെങ്കിൽ അയാൾ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് റിലീവ് ചെയ്തിട്ട് ഈ ജോയിനിങ് ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ജോയിനിങ് ടൈമിൽ അയാൾക്ക് പഴയ സാലറി കിട്ടുള്ളൂ. പ്രൊമോഷനായി എന്ന് വെച്ചിട്ട് പുതിയ സാലറി പ്രകാരം അയാൾക്ക് ശമ്പളം കിട്ടില്ല എന്ന് മനസ്സിലാക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്താൽ ഇയാൾ അറിയാതെ തന്നെ ക്യാൻസൽ ചെയ്താൽ ഇയാൾ റിലീവ് ചെയ്തു 3-4 ദിവസം ഇയാൾ പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുത്തു. പിന്നെയാണ് ഇയാൾക്ക് ക്യാൻസലേഷൻ ഓർഡർ വരുന്നത് എങ്കിൽ ഈ പ്രിപ്പറേഷന് വേണ്ടി എടുത്ത ദിവസങ്ങൾ അയാൾക്ക് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. ഇതിലത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, സംശയം നമുക്ക് നോക്കി. പിന്നെ ഞാനിതിൽ 1-2 ചോദ്യങ്ങൾ പേജ് നമ്പർ 17 1-2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പഴയ മോഡൽ ചോദ്യങ്ങൾ, പുതിയ മോഡൽ വേറെ തരുന്നുണ്ട്. ഇത് പറയുന്നത് കാൽക്കുലേറ്റ് ദ ജോയിനിങ് ടൈം admissible to an officer who transferred from station A to B. He relieved on 2nd April 2013 Monday forenoon. The distance 1125 kilometer covered, rail 1075 kilometer and road 50 kilometer. 4th, 6th, 13th and 14th were holiday. അയാൾ ഏത് ദിവസമാണ് ജോയിൻ ചെയ്യുക? അത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കലണ്ടർ വരക്കണം. കലണ്ടർ വരയ്ക്കുമ്പോൾ അതിൽ നമുക്കറിയാം ഇയാൾ പിന്നെ 2nd April മൺഡേ ആണ്. അപ്പോൾ 2nd മൺഡേ ആകുമ്പോൾ ഫസ്റ്റ് സൺഡേ, ആ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ മൺഡേ FN ആയതുകൊണ്ട് മൺഡേ റൗണ്ട് ചെയ്യും. അപ്പോൾ 2-ാം തീയതി കൂട്ടും, 3-ാം തീയതി കൂട്ടും, 4-ാം തീയതി ഹോളിഡേ ആണ്. പക്ഷേ ഇടയ്ക്കായതുകൊണ്ട് 4-ാം തീയതി കൂട്ടും, 5-ാം തീയതി കൂട്ടും, 6-ാം തീയതി ഹോളിഡേ ആണ്, 6-ാം തീയതി കൂട്ടും, 7-ാം തീയതി ശനിയാഴ്ചയാണ്, 7-ാം തീയതി കൂട്ടും, 8-ാം തീയതി ഞായറാഴ്ചയാണ് പരിഗണിക്കില്ല. 9, 10, 11 ഇയാളുടെ നമ്മൾ കണക്ക് പ്രകാരം നിങ്ങൾ ആശ്വാസം പോലെ നോക്കുക. കണക്ക് പ്രകാരം ഇയാളുടെ ദിവസം പൂർത്തിയാവുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ, 6 ദിവസം പ്രിപ്പറേഷൻ, 1075 കിലോമീറ്ററിന് 3 ദിവസം റെയില്, 50 കിലോമീറ്റർ ഒരു ദിവസം റോഡ്. അപ്പോൾ 6, 3, 9, 1, 10 ദിവസം. ഈ 10 ദിവസം ഞായറാഴ്ച ഒഴിവാക്കിയിട്ട് പൂർത്തിയാവുന്നത് 12-ാം തീയതിയാണ്. 13, 14 ഹോളിഡേ ആണ്, 15 ഞായറാഴ്ച. അതുകൊണ്ട് 16-ാം തീയതി രാവിലെ ഇയാൾ തിങ്കളാഴ്ച 14-ാം തീയതി FN ജോയിൻ ചെയ്താൽ മതി. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയുന്നുണ്ട് ഇതിൽ. അതെന്താണെന്ന് വെച്ചാൽ ആ വ്യത്യാസം നോക്കുക, രണ്ടും കൂടി വ്യത്യാസം നോക്കുക. പിന്നെ ഡിഫൈൻ ജോയിനിങ് ടൈം. ആൻ ഓഫീസർ ട്രാൻസ്ഫർ ഫ്രം TVM ടു സുൽത്താൻ ബത്തേരി വാസ് റിലീവ്ഡ് ഓൺ 16/1/2015 AM. On what day he should join duty in new station. ഇതിൽ പറഞ്ഞത് ദൂരം തിരുവനന്തപുരം കാലിക്കറ്റ് 414 കിലോമീറ്റർ, കാലിക്കറ്റ് ടു സുൽത്താൻ ബത്തേരി 95 കിലോമീറ്റർ.
ഈ ചോദ്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ 16/1/2015 റിലീവ് ചെയ്തു എന്നാ പറയുന്നത് AM. പക്ഷെ ആ 16-ാം തീയതി ഏത് ദിവസമാണ് നമുക്കറിയില്ല. കാരണം 2015 ചോദ്യം ആയതുകൊണ്ട് ഈ 2020 നമുക്ക് ആ കലണ്ടർ നോക്കാനൊന്നും കഴിയില്ല. ദിവസം ഏതാ നമുക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. 16-ാം തീയതി ഏനാണ്, അവിടെ 16-ാം തീയതി കൂട്ടൂല. പിന്നെ ഇയാൾക്ക് പ്രിപ്പറേഷൻ 6 ദിവസം, റെയിൽ 1 ദിവസം, റോഡ് 1 ദിവസം, 8. ഈ 8 ദിവസത്തിൻ്റെ ഒരു സൺഡേ 9 ദിവസം. അപ്പം 16-ാം തീയതി മുതൽ എങ്ങനെയാണ് കൂട്ടുക? 17. 16-ാം തീയതി ഏനായതുകൊണ്ട് പരിഗണിക്കണ്ട. 17, 18, 19, 20, 21, 22, 23, 24-ാം തീയതി അവസാനിക്കും. 24, 25, 9 ദിവസം. 25-ാം തീയതി അവസാനിച്ചു. 25-ാം തീയതി അവസാനിക്കുമ്പോൾ 26-ാം തീയതി ജോയിൻ ചെയ്യണം. പക്ഷേ 26-ാം തീയതി ജനുവരിയാണ്. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അത് ഹോളിഡേ ആണ്. അതുകൊണ്ട് 27-ാം തീയതി വേണം ഇയാൾ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ആ രീതിയിലുള്ള 2 ഉദാഹരണങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ വളരെ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ലളിതമാണ്, വളരെ സിമ്പിൾ ആണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ നോക്കുക, സംശയമുള്ളത് വാട്സപ്പിലൂടെ അന്വേഷിക്കുക. ഓക്കെ.